അങ്ങനെയുള്ള നിന്നെ എന്ത് ധൈര്യത്തിലാ ഞാൻ പണം തന്ന് സഹായിക്കേണ്ടത്? നിങ്ങൾ പറഞ്ഞ കഴിവുകേടുകളെല്ലാം ഞാൻ സമ്മതിക്കാം. പക്ഷേ അച്ഛനെ കൊടുക്കാൻ കോടതി എനിക്ക് വിധിച്ചിരിക്കുന്നത് വലിയൊരു സംഖ്യ. അത് കെട്ടിവെക്കാൻ എന്റെ കയ്യിൽ പണമില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത്? കടലിലോ കായലിലോ ചാടാം, ഫാനിൽ കെട്ടിത്തൂങ്ങാം. ഇതിലേതെങ്കിലും ചെയ്ത് ഒഴിവായി തന്നാൽ വലിയ ഉപകാരമായിരിക്കും. എനിക്ക് എന്റെ മോളുടെ ഭാവി സുരക്ഷിതമാക്കാം. അച്ഛാ, ഇങ്ങനൊന്നും പറയില്ലേ. ഇതിന്റെ ഭർത്താവാ. ഓ, വെറുതെ എന്റെ മനസ്സ് വേദനിപ്പിക്കരുത്. ഈ കുഞ്ഞിനെങ്കിലും നഷ്ടപ്പെടരുതെന്ന് ആഗ്രഹമുണ്ട്. ഒരമ്മയാവാൻ ഞാൻ അത്രയ്ക്ക് ആഗ്രഹിച്ചു പോയി. ഹരിതേ, നിനക്ക് എന്താ വേണ്ടത്? ഹരിതേ, നിന്റെ ഭർത്താവാണ് ഞാൻ, നിന്റെ അച്ഛന്റെ സ്വന്തം മരുമകൻ. എന്നിട്ടും എന്നെ സഹായിക്കാതെ എന്റെ ചേട്ടനെ സഹായിച്ച എന്തിനാണെന്ന് ഞാൻ നിന്റെ അച്ഛനോട് അപ്പോഴത്തെ സങ്കടത്തിലൊന്ന് ചോദിച്ചു പോയി. അതിത്ര വലിയ തെറ്റാണോ? തെറ്റതൊന്നുമല്ല. ഒരു പണിയും എടുക്കാതെ ഭാര്യ വീട്ടിലിങ്ങനെ തിന്നും കുടിച്ചും വെട്ടി വിഴുങ്ങി ഒരു ഉളുപ്പുമില്ലാതെ ഇവിടെ കഴിയുന്നതാ നീ ചെയ്യുന്ന തെറ്റ്. ആ പ്രകാശിന്റെ കയ്യിന്ന് നിനക്ക് അർഹതപ്പെട്ട പണം വാങ്ങിയെടുക്കാതെ അയാളോടൊപ്പം ചേർന്ന് വഴക്കിനും വക്കാണത്തിനും ഒക്കെ പോയി അടുത്ത ബാധ്യത കൂടെ ഉണ്ടാക്കി വെച്ചിരിക്കുക. ഹരിതേ, ഞാനതൊന്നും ബോധപൂർവം ചെയ്യുന്നതല്ല. പിന്നെ മനഃപൂർവ്വം ചെയ്യുന്നതാണോ? മനോജെ, നീ ഒരു അച്ഛനാവാൻ പോവാ. ഈ ഒരു അവസ്ഥയിലെങ്കിലും നീ കുറച്ച് ഉത്തരവാദിത്വം കാണിക്കണം. ഹരിതേ, അതാ ഞാൻ പറഞ്ഞത്. കുഞ്ഞിനെ നശിപ്പിക്കാനല്ലേ? എടാ, നീ ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല. നിനക്കൊരു കുഞ്ഞുണ്ടാവുന്നത് പോലും ഇഷ്ടമല്ല. നീയാണോ എന്റെ ആദ്യത്തെ കുഞ്ഞിനെ ആ വന്ദനെ കൊണ്ട് നശിപ്പിച്ചതെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. ഹരിതേ, അനാവശ്യം പറയരുത്. പിന്നെ ഞാൻ നിന്റെ കുഞ്ഞിന്റെ അമ്മയാവാൻ പോകുന്നു എന്ന് അറിയിക്കാൻ വിളിച്ചപ്പോ പോലും നീ ഫോൺ അറ്റൻഡ് ചെയ്തില്ല. അതപ്പോഴത്തെ സാഹചര്യം കൊണ്ടായിരുന്നു എന്ന് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ. അക്കാര്യം നമ്മൾ പറഞ്ഞു തീർക്കുകയും ചെയ്തതാ. മനോജെ, എന്ത് പറഞ്ഞാലും യാതൊരു ഉളുപ്പുമില്ലാത്ത നിന്നോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. പ്രകാശേട്ടാ, ഇരിക്കാനൊന്നും സമയമില്ല. എനിക്ക് ജഗനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. സംസാരിക്കാനുണ്ടെന്നോ? എന്താ സംസാരിക്കാനുള്ളത്? ദേ പ്രകാശേട്ടാ, ഇപ്പൊ നടന്ന കേസില് ജഗൻ ആരോടും കക്ഷി ചേർന്നിട്ടില്ല. അച്ഛനമ്മമാരോടോ സഹോദരങ്ങളോടോ ഒരു ബന്ധവും പുലർത്തിയിട്ടുമില്ല. തികച്ചും നിഷ്പക്ഷനായിരുന്നു ജഗൻ. ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ജഗനെയും അച്ഛനെയും തമ്മിൽ തെറ്റിക്കാനാണ് ഈ വരവെങ്കിൽ അത് നടക്കില്ല. ഞാൻ സമ്മതിക്കില്ല. ആരെയും കക്ഷി ചേർക്കാനോ തമ്മിൽ തെറ്റിക്കാനോ അല്ല ഞാൻ വന്നത്. അല്പം കുടുംബകാര്യം സംസാരിക്കാൻ. ജഗ, പ്ലീസ്. ഈ കുടുംബത്തിലെ മരുമകളാണ് ഹരിത. ഈ സന്ദർഭത്തില് എന്റെ അച്ഛനും അമ്മയും വേണം അവളെ ചെന്ന് കാണാനും അനുഗ്രഹിക്കാനും മറ്റു വേണ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനും. പക്ഷേ അവരിപ്പോ അങ്ങോട്ട് ചെന്നാൽ കേസിന്റെ കാര്യവും പറഞ്ഞ് ജഗന്റെ അച്ഛൻ അവരെ അപമാനിച്ചു എന്നും വരും. പിന്നെ എനിക്ക് അങ്ങോട്ട് പോകാനും പറ്റാത്ത സാഹചര്യം. അതുകൊണ്ട് ഈ കുടുംബത്തിന്റെ പ്രതിനിധികളായി ജഗനും വന്ദനയും കൂടി അവരെ ചെന്ന് കാണണം. പ്രകാശേട്ടനല്ലേ ഈ കുടുംബത്തിലെ മൂത്ത മകൻ? ആ സ്ഥിതിക്ക് പ്രകാശേട്ടനും സുചിത്രച്ചുകൊണ്ട് പോയി കാണുന്നല്ലേ നല്ലത്. അതിലും പ്രശ്നമുണ്ട്. ഹരിതയും സുചിത്രയും തമ്മില് മാനസികമായിട്ട് ചേർച്ചയിലല്ല. സുചിത്ര ഹരിതയെ കൊണ്ട് എച്ചിൽ പാത്രം കഴിയിച്ചു എന്നുള്ള കുറ്റത്തിലല്ലേ ഹരിത ഇവിടം വിട്ട് പോയത് തന്നെ. അതുകൊണ്ട് സുചിത്ര പോയാലേ ശരിയാവില്ല. വന്ദനയാണ് അവളെ ആദ്യത്തെ കുഞ്ഞിനെ കൊന്നതെന്നാണ് ഹരിതയുടെ വിശ്വാസം. അതുകൊണ്ട് വന്ദന പോയാലും ഹരിത പ്രശ്നം ഉണ്ടാക്കില്ലേ? ജഗൻ കൂടെ ഉണ്ടെങ്കിലേ ഹരിത പിന്നെ ഒരു പ്രശ്നത്തിനും വരില്ല. അതുകൊണ്ട് അച്ഛന്റെ സ്ഥാനത്ത് ജഗനും അമ്മയുടെ സ്ഥാനത്ത് വന്ദനയും ചേർന്ന്
അവളെ ചെന്ന് കാണണം. പ്രകാശേട്ടൻ പറഞ്ഞത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ സാഹചര്യത്തിലും ഈ കുടുംബം ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ട കർത്തവ്യങ്ങള് നമ്മൾ പോയി ചെയ്യണ്ടേ? ചെയ്യേണ്ടതാണ്. പക്ഷേ ഞാനിപ്പോഴും ഹരിതയുടെ മനസ്സില് അവളുടെ ആദ്യത്തെ കുഞ്ഞിന്റെ കൊലയാളിയാ. രണ്ടാമത്തെ കുഞ്ഞിനെയും നശിപ്പിക്കാനാണോ വന്നതെന്ന ചോദ്യം ഹരിതയിൽ നിന്ന് മാത്രമായിരിക്കില്ല, ജഗന്റെ അച്ഛനും അപ്പച്ചിയും വിദ്യാർത്ഥിയും ഒക്കെ ചോദിക്കും. ഒരു യുദ്ധം കൂടി കഴിഞ്ഞല്ലേ ഉള്ളൂ. അതിനു മുമ്പ് മറ്റൊരു കലഹത്തിന് കൂടി വഴിവെക്കണോ? അങ്ങനെ ഒരു ഉദ്ദേശം എനിക്കില്ല. ഹരിതയ്ക്ക് നിന്നോടുള്ള തെറ്റിദ്ധാരണ മാറ്റിയെടുക്കണം. ആ ഉദ്ദേശം എനിക്കുള്ളൂ. നമ്മുടെ കുടുംബാംഗങ്ങൾ വിഘടിച്ച് പല ചേരികളിലായി കഴിഞ്ഞു. അതിനിടയിൽ ഹരിതയും വന്ദനയും തമ്മിലുള്ള ശത്രുത മാറി സൗഹൃദത്തിനുള്ള വഴി തെളിഞ്ഞാൽ അതൊരു വലിയ കാര്യമല്ലേ വന്ദനെ? എന്താ, നിനക്കതിന് ഇഷ്ടമല്ലേ? ഇഷ്ടാണ്. വന്ദന ചേച്ചി എന്നുള്ളു തുറന്നൊരു വിളി മാത്രം മതി എനിക്ക് അവളോടുള്ള പിണക്കം തീരാൻ. ഞാൻ കൊലയാളിയല്ല, നിരപരാധിയാണ് എന്ന് അവളുടെ വിശ്വാസം മാത്രം മതി എന്നും അവളെ ചേർത്ത് പിടിക്കാൻ. വന്ദന കരയുവാണോ? സന്തോഷവും സങ്കടവും ഒക്കെ ഒത്തുചേർന്നുള്ളൊരു കണ്ണീരായത്.